ലേണിംഗ് ഡിസബിലിറ്റി ഏർലി ചൈൽഡ്ഹുഡ് തന്നെ മൂലം ഉണ്ടായിരുന്നു. അക്ഷരങ്ങൾ എഴുതാനുള്ള ബുദ്ധിമുട്ട്, വിട്ടുപോകുന്നു, വായിക്കാനുള്ള ബുദ്ധിമുട്ട്. അപ്പോൾ ഈ സ്കൂളിൽ എനിക്ക് വലിയ പ്രോബ്ലം ആയിരുന്നത്. സ്കൂളിൽ എന്നെ ശരിക്കും പറഞ്ഞാൽ സ്കൂളിലും വീട്ടിലും എല്ലാം എന്നെ ഒരുപാട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്, ഒരുപാട് തല്ല് കിട്ടിയിട്ടുണ്ട്. എനിക്ക് എഴുന്നേറ്റ് നിൽക്കുമ്പോൾ നടുവ് ഇങ്ങനെ വിറച്ചിട്ട് നിൽക്കാൻ പറ്റത്തില്ല. എഴുതുമ്പോഴും വായിക്കുമ്പോഴും തെറ്റും. അപ്പോൾ ഡിസലെക്സിയ. അപ്പോൾ ആ ഡിസലെക്സിയ കൂടിയിട്ട് ഞാൻ 4ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ പഠനം ഉപേക്ഷിച്ചു. നമസ്കാരം. ഒരു സ്പീക്കർ എന്ന നിലയ്ക്കാണ് കൂടുതലായി ABC-യുടെ പ്ലാറ്റ്ഫോമിൽ, ABC എന്റർടൈൻമെന്റിൽ നിങ്ങൾ എന്നെ കണ്ടിട്ടുള്ളത്. പക്ഷെ ഇന്ന് വളരെ അപൂർവമായി ഈ സീറ്റിലിരിക്കുന്നത് ഒരു പ്രധാനപ്പെട്ട കാരണം കൂടിയാണ്. ഇന്ന് ഞാൻ മുന്നോട്ട് പോകുന്നതിൻ്റെ ചുറ്റുമുള്ള സാഹചര്യം ഒരുക്കി തന്ന ഒരു വലിയ ഗുരുനാഥന്റെ മുന്നിലാണ് ഞാൻ ഇരിക്കുന്നത്. ഡോക്ടർ PP വിജയൻ സാർ, സ്വാഗതം സാർ. താങ്ക് യു. അദ്ദേഹത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയേണ്ടതുണ്ട് പ്രേക്ഷകരോട്. അത് ഡോക്ടർ PP വിജയനെ അറിയാത്തവർ എനിക്ക് തോന്നുന്നു മലയാളികൾ വളരെ കുറവായിരിക്കും എന്ന് തോന്നുന്നു. അറിയാത്തവർക്കായി പറയുകയാണ്. അദ്ദേഹം വിജയൻ സാറ് ഞാൻ 17 വർഷം മുമ്പാണ്, 2008 നമ്മൾ തമ്മിൽ കാണുന്നത് അല്ലേ? എറണാകുളത്ത് ഞാനൊരു പ്രത്യേക സാഹചര്യത്തിൽ എൻ്റെ ഒരു സിനിമ പരാജയപ്പെട്ട് വലിയ ബുദ്ധിമുട്ടിലിരിക്കുന്ന സമയത്ത് അങ്ങയുടെ ഒരു ട്രെയിനിങ് പ്രോഗ്രാം, മൈൻഡ് പവർ ട്രെയിനിങ് പ്രോഗ്രാം, അന്ന് മൈൻഡ് പവർ എന്ന് പറഞ്ഞാൽ അങ്ങാടി വരുന്നതാണോ പച്ച വരുന്നതാണോ എന്ന് തിരിച്ചറിയാത്തൊരു സമയത്താണ് ഒരു കേട്ടുകേൾവിയുടെ പുറത്ത് ഒരു സുഹൃത്ത് മുഖേന ഞാൻ അവിടെ എത്തുന്നത്. പക്ഷെ ആ വരവ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു മാറ്റത്തിന് കാരണമായി എന്ന് ഇന്നലെ കൂടി എൻ്റെ ഭാര്യ പറയുകയുണ്ടായി. അത്രമേൽ വലിയ വ്യത്യാസമാണ്. അത്ര വൃത്തികെട്ടൊന്നും ആയിരുന്നില്ല ഞാൻ, പക്ഷെ എൻ്റെ ലക്ഷ്യമില്ലാത്തൊരു യാത്രയെ ലക്ഷ്യമുള്ളൊരു യാത്രയാക്കി മാറ്റിയത് അങ്ങാണ്. അപ്പൊ ആ നിലയ്ക്ക് എന്നെ പോലെ തന്നെ ആയിരക്കണക്കിനല്ല 1.5 ലക്ഷത്തോളം ആളുകളെ കേരളത്തിൽ മൈൻഡ് പവർ എന്ന് പറയുന്ന ആ ഒരു പ്രക്രിയയിലേക്ക്, മനസ്സിന്റെ ശക്തി കൊണ്ട് എന്തും നേടിയെടുക്കാം എന്ന ആ ഒരു പ്രവൃത്തിയിലേക്ക് അങ്ങ് വഴിനയിച്ചു. നിരവധി ട്രെയിനിങ് പ്രോഗ്രാം, മാനേജ്മെന്റ് ട്രെയിനിങ്ങുകളുണ്ട്, മറ്റൊരുപാട് ട്രെയിനിങ് പ്രോഗ്രാമുകൾ അങ്ങ് അവതരിപ്പിച്ചു. എനിക്ക് തോന്നുന്നത് കേരളത്തിലെ ഒരു പ്രചോദനാത്മക പ്രഘോഷകൻ എന്ന നിലയ്ക്ക് എൻ്റെ തലതൊട്ടപ്പനായി ഡോക്ടർ PP വിജയൻ സാറിനെ വിശേഷിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അത് തീർച്ചയായിട്ടും അർഹതപ്പെട്ടതാണ്. അതിനൊക്കെ പുറമെ അങ്ങൊരു നിയമ വിദഗ്ധനാണ്. LLB കഴിഞ്ഞ് LLM കഴിഞ്ഞ് PhDയും ലഭിച്ചിട്ടുള്ള ആളാണ്. 3 PhDകൾ സ്വന്തമാക്കിയിട്ടുണ്ട്. സൈക്കോളജിസ്റ്റ് ആണ്. അങ്ങനെ നിരവധി മേഖലകളുണ്ട്. ഏതാണ്ട് ഒരു 68 രാജ്യങ്ങളിൽ പറഞ്ഞ് യാത്ര ചെയ്ത് അവിടെ ക്ലാസ് ട്രെയിനിങ് ആണ്. US എല്ലാ വർഷവും പോകുന്ന ഒരാളാണ്. എൻ്റെ സ്റ്റേറ്റുകളിൽ പോകുന്ന ആളാണ്. ഇന്ത്യയിലെ എല്ലാ നഗരങ്ങളിലും പോകുന്ന ആളാണ്. ഏതാണ്ട് ഒരു 125ഓളം കേരളത്തിലെ ട്രെയിനർമാര് സൃഷ്ടിച്ച ഒരാളാണ്. വിവിധ തരത്തിലുള്ള ട്രെയിനർമാര്. ഇന്ന് നമ്മൾ കാണുന്ന വളരെ പ്രഗത്ഭരായിട്ടുള്ള പല ട്രെയിനർമാരും അങ്ങയുടെ ശിഷ്യന്മാരാണ്. അപ്പോൾ ഞാനും അങ്ങയുടെ ഒരു ശിഷ്യൻ എന്ന നിലയ്ക്ക് എനിക്ക് തീർച്ചയായും അഭിമാനമുണ്ട്. നമ്മളൊരുമിച്ച് പലതവണ ഇത്തരത്തിലുള്ള ഇന്റർവ്യൂലൊക്കെ ഇരുന്നിട്ടുണ്ടെങ്കിൽ പോലും അപൂർവമായിട്ടാണെങ്കിലും ഇത് വളരെ അപൂർവമാണ്. കാരണം ഞാനിന്ന് ഇരിക്കുന്നത് ട്രെയിനിങ് മേഖലയിൽ കൂടി പ്രവർത്തിച്ചുകൊണ്ടാണ്. കമ്മ്യൂണിക്കേഷൻ മാസ്റ്ററി എന്ന ട്രെയിനിങ് മേഖലയിൽ പ്രവർത്തിക്കുന്നതിന്റെ ഒരു കാരണം, എനിക്ക് അതിനുള്ള കാലിബർ ഉണ്ടാക്കി തന്നത്, വിജ്ഞാനം ഉണ്ടാക്കി തരാൻ ആയത് വിജയ് സാറാണ് കേട്ടോ. സുധീഷേ, ഇദ്ദേഹം പഠിക്കാൻ ഡിസേബിലിറ്റി ഉള്ള ഒരു വിദ്യാർത്ഥി ആയിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. അത് മുമ്പ് എവിടെയും പറഞ്ഞു കേട്ടിട്ടില്ല. അവിടെ മുതൽ നമുക്കൊന്ന് തുടങ്ങാം. ഇത്രയും സ്കോളർ ആയിട്ടുള്ള ഒരാളെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. വിജയൻ സാർ തന്നെ പറഞ്ഞു എങ്ങനെയാണ് ഇതിലേക്കുള്ള ഒരു വരവ്. എനിക്ക് ലേണിംഗ് ഡിസബിലിറ്റി ഏർലി ചൈൽഡ്ഹുഡ് തന്നെ മൂലം ഉണ്ടായിരുന്നു. അക്ഷരങ്ങൾ എഴുതാനുള്ള ബുദ്ധിമുട്ട്, വിട്ടുപോകുന്നു, വായിക്കാനുള്ള ബുദ്ധിമുട്ട്. അപ്പോൾ ഈ സ്കൂളിൽ എനിക്ക് വലിയ പ്രോബ്ലം ആയിരുന്നത്. സ്കൂളിൽ എന്നെ ശരിക്കും പറഞ്ഞാൽ സ്കൂളിലും വീട്ടിലും എല്ലാം എന്നെ ഒരുപാട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്, ഒരുപാട് തല്ല് കിട്ടിയിട്ടുണ്ട്. എഴുതുന്ന കാര്യത്തിൽ മാത്രമായിരുന്നു. എഴുതുമ്പോഴും വായിക്കുമ്പോഴും തെറ്റും. അപ്പോൾ ഡിസലെക്സിയ. അപ്പോൾ ആ ഡിസലെക്സിയ കൂടിയിട്ട് ഞാൻ 4ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ പഠനം ഉപേക്ഷിച്ചു. ജനിച്ച കുടിയേറ്റ മേഖലയിലായിരുന്നു. അതെ, ഞാൻ കോട്ടയം ഭാഗത്തു നിന്നൊക്കെ പോയ, പിന്നെ ഇടുക്കിയിലാണ് പേരൻസ് സെറ്റിൽ ചെയ്ത് ഞാൻ അവിടെ ഉണ്ടായത്. അപ്പോൾ അവിടെ കിട്ടുന്ന അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്ന സ്കൂള്. പക്ഷെ അവിടെ സ്കൂളിൽ എനിക്ക് ഈ പറഞ്ഞ ഈ ഡിസലെക്സിയ കാരണം വലിയ ബുദ്ധിമുട്ട് ഞാൻ അനുഭവിച്ചത്. ഡിസലെക്സിയ ഒന്നും എനിക്ക് അറിയത്തില്ല. അപ്പോൾ ഈ ഒരു പ്രോബ്ലമായിട്ട് എല്ലാവരും എടുത്തത്, ഞാനൊരു പ്രോബ്ലമായിട്ട് തന്നെ എടുത്തത്. അപ്പോൾ അങ്ങനെ ഞാനൊരു 4ാം ക്ലാസ് ഒക്കെ കഴിച്ചപ്പോഴത്തേക്കും വീട് വിട്ടു പോകാൻ തുടങ്ങി, ഒളിച്ചോടാൻ തുടങ്ങി. കാരണം സ്കൂൾ പഠനം നിർത്തി. അപ്പോൾ 5ലും 6ലും പഠിക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ കൊണ്ടുവന്ന് 7ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലും പഠിച്ചു. വേറെ കൂടി ചേർത്തു. അത് കഴിഞ്ഞ് പിന്നെ 9ലും 10ലും പഠിക്കാൻ പറ്റിയില്ല. 10ാം ക്ലാസ്സിൽ പ്രൈവറ്റ് ആയിട്ട് പിന്നീട് പഠിക്കണം എന്ന് തോന്നി. പ്രൈവറ്റ് ആയിട്ട് ഒരു വിധം അതൊക്കെ ഈ പഠിച്ചതെന്ന് പറഞ്ഞാൽ തെറ്റ് വരുമെന്നുള്ളതുകൊണ്ട് എഴുതി പഠിക്കുന്ന വായിക്കുന്നതിന് പകരം എഴുതി. ഇതിനിടയ്ക്ക് ഈ ഇടവർഷങ്ങളൊക്കെ നാടുവിട്ട് ബാംഗ്ലൂർ, ചെന്നൈ, ഇങ്ങനെയൊക്കെ വളരെ ചെറുപ്പത്തിൽ തന്നെ എനിക്ക് ഈ മറ്റു പ്രദേശങ്ങൾ കാണുന്നത് ഭയങ്കര ഇഷ്ടമായിരുന്നു.
അപ്പം അങ്ങനെ എറണാകുളമൊക്കെ അന്നത്തെ വന്നിട്ടുള്ളതാണ്. അപ്പം അങ്ങനെ ഇങ്ങനെ പോയി പിന്നീട് ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഈ പഠിക്കണമെന്നൊരാഗ്രഹം വന്നു. ഉം. അങ്ങനെ ഞാൻ പിന്നെ പ്രീ ഡിഗ്രി അന്നത്തെ പ്രീ ഡിഗ്രിയിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ കോളേജ് യൂണിയൻ കൗൺസിലറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു. അങ്ങനെയാണ് ഞാൻ തിരുവനന്തപുരത്തെ യൂണിവേഴ്സിറ്റിയിലൊക്കെ പോകുന്നത്. അപ്പം ഞാനപ്പോൾ ആ യൂണിവേഴ്സിറ്റി പഠിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചത്. യൂണിവേഴ്സിറ്റിക്കകത്ത് ക്ലാസ് ഇല്ല എന്നുള്ളത് എനിക്ക് അറിയത്തില്ല. കോളേജ് യൂണിയൻ കൗൺസിലറായി തെരഞ്ഞെടുക്കപ്പെട്ടു. തിരഞ്ഞെടുക്കും അപ്പൊ ആ സ്കില്ല് ഉണ്ടായിരുന്നു. ലീഡർഷിപ്പ് സ്കിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ പക്ഷേ ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഈ പറഞ്ഞ പ്രീ ഡിഗ്രി കഴിഞ്ഞ് പിന്നെ ഞാൻ നേരിട്ട് LLBക്ക് സ്ട്രൈറ്റ് അന്ന് ചേരാൻ പറ്റുമായിരുന്നു. ഈ 5 വർഷം കൊണ്ടുള്ള LLBയിലെ ആദ്യത്തെ ബാച്ച് കേരളത്തിൽ. ഈ പഠന വൈകല്യമൊക്കെ അപ്പോഴത്തേക്കും പരിഹരിക്കപ്പെട്ടോ? ഇല്ല, അങ്ങനെ ഉണ്ടായിരുന്നു. LLBക്ക് വരുമ്പോഴും ഉണ്ടായിരുന്നു. പക്ഷെ ഒരു ഡിസയർ ഉണ്ടായിരുന്നു. ഭയങ്കരമായ ഡിസയർ. അല്ല, അപ്പൊ ഇങ്ങനെ പരീക്ഷയ്ക്ക് ജയിച്ചത്? ഈ പറഞ്ഞ എഴുതി പഠിക്കും. അതൊരു ചോദ്യം. ഒരുപാട് പ്രാവശ്യം 8ഉം 10ഉം പ്രാവശ്യം എഴുതി 10ാം ക്ലാസ്സിലും. ഇപ്പൊ ഡോക്ടർ എപ്പോഴും ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മുടെ ഈ എഴുത്തിന്റെ ശക്തിയെക്കുറിച്ച്. നമ്മുടെ കൈകളുടെ ഇഡിയോ മോട്ടോർ മൂവ്മെന്റ് വഴി നമ്മുടെ മനസ്സിലേക്കാണ് അതാണ് എഴുതി പഠിക്കുന്നത്. എഴുതി പഠിക്കുക. കിലോ കണക്കിന് പേപ്പർ കൊണ്ട് വെച്ചിട്ട് വിഷയങ്ങൾ ഇങ്ങനെ എഴുതി LLBക്കൊക്കെ ഈ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനെന്ന് വെച്ചാൽ സംസാരിക്കുന്നതിലൊക്കെ ഭയങ്കരമായി ഇമ്പ്രസ് ചെയ്യാൻ പറ്റും. പക്ഷെ എഴുതുന്നതിന് അതൊരു ബുദ്ധിമുട്ടുണ്ട്. എന്ന് വെച്ചാൽ എഴുതി ഞാൻ അങ്ങനെ LLB കഴിഞ്ഞു. 89-ലാണ് LLB കഴിഞ്ഞത്. അപ്പം അത് കഴിഞ്ഞപ്പോൾ വലിയ ആഗ്രഹമായിരുന്നു IAS. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പഠനം, അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് വലിയ ലക്ഷ്യങ്ങളായിരുന്നു. അപ്പോൾ ആദ്യത്തെ 90 എക്സാമിന് ഏതാണ്ടൊരു 7 മാർക്കിലാണ് കട്ട് ഓഫിൽ എനിക്ക് പോകുന്നത്. ഫൈനലി ലാസ്റ്റ് പോകുന്നത് സെലക്ട് ചെയ്യുന്നവരും ഞാനും അല്ലാതെ പോകുന്നത്. പിറ്റേ വർഷം ഇറങ്ങിയപ്പോൾ എഴുതിയപ്പോൾ എനിക്ക് കുറച്ചുകൂടെ കുറയുകയാണ് ചെയ്തത്. പിന്നീട് എഴുതുമ്പോൾ കുറഞ്ഞാണ്. സാറ് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. കാരണം വെച്ചാൽ IAS പോലുള്ള എക്സാമിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഴുതുന്ന 90% ആൾക്കാർ പരാജയപ്പെടുന്ന ഒരു സംഭവം. അവിടെ നമുക്കിപ്പോ ഒരു കുറവുള്ള ഒരാൾ അപ്പിയർ ചെയ്യാന്ന് പറഞ്ഞാൽ തന്നെ ഞാൻ പറഞ്ഞിട്ട് സ്കോളറാണെന്ന് പറഞ്ഞിട്ട് കാര്യം. ലോ വെച്ചിട്ടാണ് എഴുതിയത്. അപ്പൊ ലോ വെച്ചിട്ട് എഴുതിയപ്പോഴത്തേക്ക് നിയമം വളരെ വിപുലമായിട്ട് പഠിച്ചു, ആഴത്തിൽ പഠിച്ച് എഴുതാനായിട്ട്. അപ്പൊ ലോയിൽ എനിക്ക് ഭയങ്കര ഗ്രിപ്പ് കിട്ടി. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ ഞാൻ അന്ന് LLM കൂടെ ചെയ്തു. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞാൻ ആ പ്രാവശ്യം എഴുതിയപ്പോഴത്തേക്ക് എനിക്ക് പിന്നെ ഈ പറഞ്ഞ PhDക്ക് വേണ്ടിയുള്ള JRF അത് വെച്ചുകൊണ്ട് PhD ചെയ്യണമെന്നുള്ള ആഗ്രഹത്തിൽ വെച്ചുകൊണ്ടെങ്കിൽ ഇരിക്കുമായിരുന്നു. ഞാൻ ഈ സിവിൽ സർവീസൊക്കെ ആയിട്ട് വളരെ സീരിയസ് ആയിട്ട് നടന്നു. പിന്നീട് ഞാൻ ഈ പറഞ്ഞത് ആ സമയത്ത് അടുത്തത് ഞാൻ MBA എടുക്കാൻ പോയി. പിന്നെ ഞാൻ PhD വെച്ച് പകുതി വെച്ച് നിർത്തിയത്. പിന്നെ കണ്ടിന്യൂ ചെയ്ത് PhD 2004-ലാണ് ഞാൻ PhD കംപ്ലീറ്റ് ചെയ്യുന്നത്. അന്ന് ലോയിൽ നമുക്ക് ലോയിൽ ഗൈഡൊക്കെ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ലോ പഠിച്ചിട്ട് ഞാനൊരു കാര്യം ചെയ്തു. സബ്ജക്റ്റ് ലോ തന്നെ, പക്ഷേ ഫാക്കൽറ്റി പൊളിറ്റിക്കൽ സയൻസ് എടുത്തു. അതിനാണെങ്കിൽ നമുക്ക് ഗൈഡൻസിന് ആളെ കിട്ടാനുണ്ട്, ഗൈഡ് ഉണ്ടാകണം. അതിന് കുറച്ച് ലിബറലായിട്ട് നമുക്ക് ഗൈഡിനെ കിട്ടും. അപ്പം ലോ സബ്ജക്റ്റ് ജുഡീഷ്യൽ ആക്ടിവിസമാണ് സബ്ജക്റ്റ്, ഫാക്കൽറ്റി അതിന് കൊടുത്തു. അപ്പോൾ അങ്ങനെ ഞാൻ അത് കഴിഞ്ഞ് പിന്നെ കേരള യൂണിവേഴ്സിറ്റിയിൽ PhD കഴിഞ്ഞിട്ട് ഞാൻ നാഷണൽ ലോ സ്കൂൾ ഓഫ് ഇന്ത്യ യൂണിവേഴ്സിറ്റി ബാംഗ്ലൂർ, അത് ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ, അവിടെ ഞാൻ ഈ പറഞ്ഞ PhD കൊണ്ടുവന്ന് തീസിസ് കൊടുത്ത് അത് വാലിഡേറ്റ് ചെയ്ത് എടുത്തിട്ട് അത് വെച്ചിട്ട് ഞാൻ പോസ്റ്റ് ഡോക്ടറിന് അവിടെ ചേർത്തു. അപ്പോൾ അതൊരു 5 വർഷം. അപ്പോൾ 5 വർഷം ഇപ്പോൾ പോസ്റ്റ് ഡോക്ടറായതുകൊണ്ട് പിന്നെ എന്താണ് പഠിപ്പിക്കുകയും വേണം. ഗവൺമെൻറ് ജോയിൻറ്റ് സെക്രട്ടറി പോലുള്ള അങ്ങനത്തെ ആൾക്കാരൊക്കെ അവിടെ ട്രെയിനിങ്ങിന് വരുന്നത്. അപ്പോൾ ഇൻ്റർനാഷണലി വരും, ആഫ്രിക്കയിൽ നിന്ന് വരും, ഏഷ്യൻ പല രാജ്യങ്ങളിൽ നിന്ന് വരും. അപ്പോൾ അവർക്ക് ക്ലാസ് കൂടി എടുക്കണം. അപ്പോൾ 5 വർഷം ഞാൻ അവിടെ LLDക്ക് അവർക്ക് ക്ലാസ് എടുക്കാം, ഈ വരുന്ന ആൾക്കാർക്ക് ക്ലാസ് എടുക്കണം. അധ്യാപനം കൂടെയാണ്. PhD കഴിഞ്ഞതാണല്ലോ. ആരായിരുന്നു സാർ അപ്പൊ ഇതിന്റെ ഒരു ഗൈഡൻസ് സാറിന് തന്നോണ്ടിരുന്നത്? അല്ല, PhD എടുക്കുമ്പോൾ PhD എനിക്ക് ഡോക്ടർ മോഹൻ എന്ന് പറഞ്ഞ അദ്ദേഹം പോണ്ടിച്ചേരിയിലായിരുന്നു. അപ്പം അദ്ദേഹം ഗൈഡൻസ് തരും. എഴുതി കഴിയുമ്പോൾ നമ്മൾ ഓരോ എഴുതി കഴിയുമ്പോൾ IAS-നൊപ്പം LLB ചെയ്യാം. IAS-നെ പറ്റിയൊരു ഗുണമെന്ന് പറഞ്ഞാൽ ഈ 90-ൽ പ്രിലിമിനറി പാസ്സായ ആൾക്കാരെ സർക്കാർ ദത്തെടുക്കുന്ന പോലെ എടുത്തിട്ട് ഒരു 10-30 പേരെ എടുത്തിട്ട് ING-ലിട്ട് IAS ഉദ്യോഗസ്ഥരെ കൊണ്ട് തന്നെ ക്ലാസ് എടുപ്പിച്ചു. അൽഫോൺസ് കണ്ണന്താനം, VP ജോയി, ഇങ്ങനെയൊക്കെയുള്ള സെക്രട്ടറിമാരൊക്കെ മാറി. അതെ, TK ജോ സാറ്, ഇങ്ങനെയൊക്കെയുള്ളവരെ കൊണ്ട് IAS-കാരെ കൊണ്ട് തന്നെ ക്ലാസ് എടുപ്പിച്ചു. ഒരു ലക്കെന്ന് പറഞ്ഞാൽ അതിനകത്ത് എനിക്ക് തോന്നുന്നത് വളരെ അപൂർവ ആൾക്കാർ ഒഴിച്ചു ബാക്കിയാർക്കും കിട്ടി. കാരണം അത്ര ഇൻറ്റൻസീവായിട്ട് കാരണം കുറേ IAS-കാരെങ്കിലും കേരളത്തിൽ നിന്ന് ഉണ്ടാവണമെന്ന് ഗവൺമെൻറ് അത് വലിയൊരു ആഗ്രഹമായിരുന്നു. അങ്ങനെ അത് അവരൊന്ന് സ്പോൺസർ ചെയ്തെടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും, പക്ഷെ അതിലൊരു ഇൻറ്റൻസീവായിട്ടുള്ള പഠനം നടത്തിയത് ലോയിൽ, ഞാൻ ലോ വെച്ചായിരുന്നു, 2 പേരൊന്ന് ലോ എക്സാം എഴുതാൻ കാണുള്ളൂ. മറ്റേ ആൾ ഹി ഗോട്ട് ഇൻ ടു IPS.
ബീഹാറിലാണ് കിട്ടിയത്. അപ്പം ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ എനിക്ക് ആദ്യത്തേനകത്ത് ഈ ഒരു ഇത്, പക്ഷെ അവിടെ സംഭവം പറ്റുന്ന വെച്ചാൽ വളരെ സ്പീഡിൽ എഴുതി പോകുമ്പോൾ ചില വാക്കുകൾ മിസ്സായി പോകും. ആ ഡിസബിലിറ്റി അപ്പുറം അത് ഡിസ്ലെക്സിയയുടെ ഒരു പ്രോബ്ലമാണ്. ആ. ഞാനിപ്പോൾ ബോർഡിൽ വായിക്കുവാണെങ്കിൽ ചിലപ്പം ഒരു വാക്കിലും മാറിപ്പോകും. എൻ്റെ സ്റ്റുഡൻസിനൊക്കെ അറിയാം, ഞാൻ ആദ്യം പറഞ്ഞിട്ടായിരിക്കും, അവർക്ക് ബുദ്ധിമുട്ടില്ല. ഇപ്പോഴുണ്ടോ ഡോക്ടർ ഇത്? ഇപ്പോഴുണ്ട് ഈ ഡിസ്ലെക്സിയ. അതാണ് നമ്മൾ ക്ലാസ്സിലൊക്കെ ചില സമയത്ത് ഞാൻ എന്റെ ശ്രദ്ധപ്പെട്ടിട്ടുണ്ട്. അതെ. പക്ഷെ അത് മനഃപൂർവ്വം വിട്ടുപോകുന്നത് ഞാൻ വിചാരിച്ചു. അല്ലല്ല, മലപ്പുറം വിട്ടുപോകുന്നതല്ല, ഞാൻ അല്ലാതെ തന്നെ വായിക്കുമ്പോഴത്തേക്കും വിട്ടുപോകുന്നത്. പക്ഷെ എനിക്ക് പിന്നീടുണ്ടല്ലോ സൈക്കോളജി ഒക്കെ പഠിച്ച് മനസ്സിലാക്കിയപ്പോഴത്തേക്കും ചില US പ്രസിഡന്റുമാർക്കുണ്ടായിരുന്നു, ബില്യനേഴ്സിനുണ്ടായിരുന്നു, വലിയ വലിയ ആൾക്കാർക്ക് വരുന്ന അസുഖമാണെന്നൊരു തോന്നല് എനിക്ക്. അപ്പൊ ഈ ഒരു കഴിവ് നമുക്ക് കുറേ വേറൊരു സൈഡിൽ ഭയങ്കരമായ കഴിവ് വരും. ഒരു 2 ആഴ്ച മുമ്പ് കൊച്ചു ചിത്രപള്ളി സാർ ഈ സീറ്റിൽ ഇരുന്നുകൊണ്ട് ഇതേ കാര്യം തന്നെ പറഞ്ഞു. ഇടത് കൈയായിരുന്നു വശം. അപ്പോൾ ഈ ഒരു ഡിസബിലിറ്റി ഉള്ളതുകൊണ്ട്, അല്ല ഈ പഠന വൈകല്യം ഉള്ളതുകൊണ്ട് സാറൊക്കെ നന്നായി വഴക്ക് പറയായിരുന്നു, നീ വലത് കൈ കൊണ്ട് തന്നെ എഴുതണം എന്ന് പറയാം. പക്ഷെ അദ്ദേഹം വലത് കൈ കൊണ്ട് എഴുതി 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 അതിനെ ഓവർകം ചെയ്തപ്പോൾ ജീവിതത്തിൽ എല്ലാ പ്രതിസന്ധിയും ഓവർകം ചെയ്യാനുള്ള ഒരു കേപ്പബിലിറ്റി കിട്ടി എന്ന് പറയുന്നത്. അത് അപ്പൊ ഇത് എല്ലാ സക്സസ് ആയ ആൾക്കാർക്കും ഒരു 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 സ്ഥലത്തുനിന്ന് അല്ലെ അതിൽ നിന്ന് റിക്കവർ ആയ ഒരു 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 സംഭവം ഉണ്ടാവും അല്ലേ? പഠന വഴിയിലൂടെ നല്ലൊരു നിലയിലേക്ക് എത്താൻ പറ്റുമ്പം അവിടെ ഒരു ഡിസയർ എന്ന് പറയുന്നതിന് അപ്പുറത്ത് മൈൻഡ് പവറിന്റെ സ്ഥാനം എന്തായിരുന്നു? മൈൻഡ് പവർ ഞാൻ പിന്നീട് പഠിച്ചെടുത്തതാണെങ്കിലും എനിക്ക് എൻ്റെ ഒരു 10-17 വയസ്സിനകത്തുള്ള കാലത്ത് തന്നെ ഞാൻ എൻ്റെ നാട്ടിലുള്ള ഒരു ലൈബ്രറി മുഴുവൻ വായിച്ച് തീർത്തിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ ആ ഒരു കാലഘട്ടത്തിൽ ആ ലൈബ്രറി മുഴുവൻ തീർന്നു. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ തിരുവനന്തപുരത്ത് പഠിക്കാനായിട്ട് പോയപ്പോൾ ഞാൻ നേരെ സ്റ്റേറ്റ് പബ്ലിക് ലൈബ്രറിയിൽ മെമ്പർഷിപ്പ് എടുത്ത്, A ക്ലാസ് മെമ്പർഷിപ്പ് എടുത്തപ്പം പല ദിവസവും ക്ലാസ്സൊന്നും കാണില്ല, പരസ്പരമൊക്കെ ആയിരിക്കും. അപ്പോൾ നേരത്തെ അവിടെ പോയിരുന്ന് വായിക്കും, കംപ്ലീറ്റ് വായിക്കും. അപ്പോൾ മെയിൻ നമ്മുടെ കോളേജിനെ കഴിഞ്ഞും വലുത് ഹോസ്റ്റലിലാണ് താമസിക്കുന്നതെങ്കിലും വായന മുഴുവൻ അവിടെയും. ഒരു ഒറേഷ്യസ് റീഡർ. ഒരു എനിക്ക് തോന്നുന്നു ഞാനൊരു 10-30,000 സെൽഫ് ഹെൽപ്പ് ബുക്കെങ്കിലും ലോകത്തിൽ കിട്ടാവുന്ന മിക്കവാറും എല്ലാം യൂണിവേഴ്സിറ്റി ലൈബ്രറിയിലോ ഇല്ലെങ്കിൽ അന്ന് 3 ലൈബ്രറിയാണ് സഹായിച്ചിരുന്നത്. എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ചു ഈ 3 സ്ഥലത്താണ് ഞാൻ ഏറ്റവും കൂടുതൽ കാണുന്നത്. ഒന്ന് സ്റ്റേറ്റ് പബ്ലിക് ലൈബ്രറി, യൂണിവേഴ്സിറ്റി ലൈബ്രറി, അതല്ലെങ്കിൽ ബ്രിട്ടീഷ് കൗൺസിൽ ലൈബ്രറി. ഈ 3 സ്ഥലത്തും ഞാൻ മാറി മാറി ഇരുന്നിട്ട്, അപ്പോൾ ആ ഒരു കാലഘട്ടം എനിക്ക് LLBക്ക് വളരെ കുറച്ചേ പഠിക്കാൻ വരുള്ളൂ, പരീക്ഷ എഴുതാൻ അത്രയും വരത്തുള്ളൂ. ഈ അറിവാണ് ഈ വിജ്ഞാനത്തിന്റെ ഒരു മേഖലയിലേക്ക്. അതെ അതെ. അവിടുന്ന് ഞാൻ പിന്നെ ഈ പ്രീ ഡിഗ്രി ശേഷം യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ മാത്രമേ 32 വർഷം കണ്ടിന്യൂസ് ആയിട്ട് ഒരു 1.5 അതിനത്ര ഇങ്ങനെ കോഴ്സ് ചെയ്തുകൊണ്ടിരുന്നു. എൻ്റെ ഒരു വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഇതിനിടെ കല്യാണം കഴിച്ചു. കല്യാണം കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും വൈഫ് എൻ്റെ കൂടെ പഠിക്കാൻ തുടങ്ങി. ഈ കല്യാണം കഴിക്കുന്നു പറഞ്ഞാൽ എനിക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. സഹപാഠിയായിരുന്ന ലോ പഠിക്കുമ്പോൾ സഹപാഠിയായിരുന്ന ജിജി വിജയൻ, ഡോക്ടർ ജിജി വിജയൻ, അവരും PhD ആണ് ലോയില്. ഇന്ന് അറിയപ്പെടുന്ന ട്രെയിനർ കൂടിയാണ്. സ്പിരിച്വൽ വേളിലാണ് അവരുള്ളത്. അതെ അതെ, സൈക്കോളജിസ്റ്റും ആണ്. അതെ. അപ്പം പിന്നെ അങ്ങനെ പിന്നീട് പഠിച്ചപ്പോഴത്തേന്ന് പറഞ്ഞ ഒരു വളരെ രസകരമായൊരു കാര്യമാണ്. പ്രത്യേകിച്ച് LLM ഒരു പേപ്പർ വൈഫ് പഠിക്കും, ഒരു പേപ്പർ ഞാൻ വൈഫിനെ പഠിപ്പിക്കും, വൈഫ് അതെന്നെ പഠിപ്പിക്കും. 2 പേപ്പറാണെങ്കിൽ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പഠിപ്പിച്ച് ഒരു ബുക്കിന് ഞാൻ പകുതി എടുക്കും, പെട്ടെന്ന് തീരും. അപ്പം വായനയും പഠിപ്പീരും കൂടെ ആകുമ്പോഴത്തേക്കും ഞങ്ങൾ ഭയങ്കര ടൈറ്റായിട്ട് ചെയ്തത് MBA, ഇഗ്നോന്റെ MBA ആയിരുന്നു. അത് അന്നത്തെ കാലത്ത് പറഞ്ഞാൽ മത്സരിച്ചായിരുന്നു അങ്ങോട്ട്. അതെ അതെ, MBAയുടെ പിന്നെ 20 പേപ്പറുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പഠിപ്പിച്ച് വളരെ ഈസി ആക്കി. വളരെ അപ്പോൾ 2 പേരും ഇത് പഠിക്കുക, ഹസ്ബൻഡും വൈഫും പഠിക്കുന്നതുകൊണ്ട്. അവർക്ക് എത്ര PhD ഉണ്ട്? ഒരു PhD ആണ്. പിന്നെ എന്നാൽ ഇതിന്റെ കൂടെ ചെയ്തു എന്നുള്ളതാണ്. ഈ വിദ്യാഭ്യാസത്തിനൊക്കെ ഉള്ള ഒരു ഭാരിച്ച ചെലവുണ്ടായിരുന്നില്ലേ ആ സമയത്ത്? അതെങ്ങനെ ഓവർകം ചെയ്തു? ഒരു കാര്യം പറയുകയാണെങ്കിൽ ലോകത്തിൽ എഡ്യൂക്കേഷൻ ഏറ്റവും ചെലവ് കുറവ് ഇന്ത്യയിലാണ്. ഏറ്റവും ചെലവ് നമ്മളീ പറയുന്ന പോലെ ഇവിടെ ഇപ്പോൾ ഒത്തിരി ഫോറിൻ ഇതിനൊക്കെ വേണ്ടി പഠിക്കാൻ പോകുമല്ലോ, അവിടുത്തെ സിലബസും അവിടുത്തെ പഠിപ്പിലൊക്കെ നോക്കുകയാണെങ്കിൽ സിലബസും ക്ലാസ്സും ഒക്കെ നമ്മുടെ ഉഗ്രനാണ്. ഈ കാവര യൂണിവേഴ്സിറ്റിയിലൊക്കെ പഠിച്ച എത്രയോ പ്രൊഫസർമാർ അമേരിക്കയിലുണ്ടെന്നറിയോ? അമേരിക്കൻ യൂണിവേഴ്സിറ്റി നിറച്ച് ഇവിടുന്ന് പഠിച്ചിട്ട് പോയി അവിടെ ഈ കോളേജിൽ ഡോക്ടർ ഇതിനിടയ്ക്ക് കുറച്ചു കാലം ഇൻഷുറൻസ് മേഖലയിലുണ്ട്. ആ മേഖലയുണ്ടായിരുന്നു ഞാൻ കേട്ടിട്ടുള്ളത്. അവിടെയും നമ്പർ 1 ആയിരുന്നു. അതെ അല്ലേ? അവിടെ ഈ പറഞ്ഞ പ്രധാനമായിട്ടും ട്രെയിനിങ് കൊടുക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ, ട്രെയിനിങ് ആയിരുന്നു. ആ മേഖലയിൽ ഈ പറഞ്ഞതുപോലെ ട്രെയിനിങ് കൊടുക്കുന്നതിനിടയിൽ പിന്നെ അതൊരു ബിസിനസ് ആയിട്ടും ചെയ്തുകൊണ്ടിരുന്നു. അതിന് വെന്നുകൂടി വളർച്ചു. അതെ അല്ലേ? വരുമാനം കണ്ടെത്തി. അതെ, അത് ട്രെയിനിങ്ങിനകത്ത് പിന്നെ ഈ പറഞ്ഞ ആ ഒരു ട്രെയിനിങ്ങിന് കൊടുത്തുകൊണ്ടിരുന്ന സംഭവം പിന്നെ തന്നെയല്ല, അത് ട്രെയിനിങ് എടുക്കാൻ അവിടെ നിന്ന് ഒരുപാട് സംഭവം കിട്ടിയിട്ടുണ്ട്. പിന്നെ എനിക്കൊരു ഗുണം കൂടിയത്, ഞാൻ ഈ പ്രീ ഡിഗ്രി മുതൽ ഒരു 5 വർഷത്തെ ഈ ഫ്യൂച്ചർ പൊളിറ്റിക്കൽ ലീഡേഴ്സ് എന്ന് പറഞ്ഞൊരു കോട്ടയത്ത് വെച്ചിട്ടൊരു ക്ലാസ് ഉണ്ടായിരുന്നു. ഒരു ഗാന്ധിജി സ്റ്റഡി സെൻ്ററിൻ്റെ ഫ്യൂച്ചർ പൊളിറ്റിക്കൽ ലീഡേഴ്സ് അതിന് വേണ്ടിയിട്ടുള്ള ലീഡേഴ്സിനെ ഉണ്ടാക്കാൻ വേണ്ടി ട്രെയിനിങ് ഉണ്ട്. അപ്പോൾ സകല ലീഡർഷിപ്പ് ക്വാളിറ്റിയും
അവിടെ പഠിപ്പിക്കുന്നത്. അപ്പം നമ്മുടെ ഇന്നത്തെ ഗവർണറായിരിക്കുന്ന ശ്രീ ആനന്ദ് ബോസൊക്കെ എൻ്റെ അധ്യാപകരായിരുന്നു. ഓ, ബംഗാൾ ഗവർണറായിരുന്നു. അതുപോലെ വലിയ പ്രമുഖരായ ആൾക്കാർ എല്ലാ വെക്കേഷൻ ഡേയ്സിലും അവിടെ ക്ലാസ് കാണും. ഓ. അപ്പോൾ ഞങ്ങൾ കുറേ പേര് കേരളത്തിൽ നിന്നും പല സ്ഥലത്തു നിന്ന് വരുന്ന ആൾക്കാർ അവിടെ കൂടി. അപ്പോൾ ഒരു ലീഡർഷിപ്പ് ആദ്യം എനിക്ക് കിട്ടുന്നൊരു ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ അതാണ്. അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് ഹൈദരാബാദ് ബേസിൽ 1990 ട്രെയിനിങ്, ഒരു 14 ആഴ്ച നീണ്ടു നിൽക്കുന്ന ഒരു ട്രെയിനിങ്. അപ്പോൾ അതാണ് നമ്മുടെ ഒരു സോഫ്റ്റ് വെയറിലേക്ക് വരാനായിട്ട് പ്രധാനപ്പെട്ട ഒരു ട്രെയിനിങ് കിട്ടിയിട്ടുള്ളത്. അത് കഴിഞ്ഞ് ഞാൻ ട്രെയിനിങ് എടുക്കാൻ തുടങ്ങി. എനിക്കൊരു ശരിക്കും പറഞ്ഞാൽ ശാരീരികമായിട്ട് ചില പ്രശ്നങ്ങളൊക്കെ വന്ന് ന്യൂറോളജിക്കൽ പ്രോബ്ലമൊക്കെ വന്ന് നിന്നപ്പോഴാണ് ഞാൻ ഡോക്ടർ ജിതേന്ദ്ര അടിയായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു ട്രെയിനിങ്ങിൽ പോയി ഇരിക്കാനായിട്ട് ഗസ്റ്റായിട്ട്. അതെ. അദ്ദേഹം ഗുജറാത്തിലെ ഒരു മെഡിക്കൽ പ്രൊഫസറാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ ഇത് കണ്ടപ്പോൾ അദ്ദേഹം ഞാൻ സ്വയം അപ്പം എനിക്ക് എൻ്റെ ശരീരത്തിന് കമാൻഡ് കൊടുത്തു. എനിക്ക് എഴുന്നേറ്റ് നിൽക്കുമ്പോൾ നടുവ് ഇങ്ങനെ പറിച്ചിട്ട് നിൽക്കാൻ പറ്റത്തില്ലായിരുന്നു. ഒരു സർജറിക്ക് ശേഷം ഉണ്ടായ ഒരു പ്രോബ്ലം ആയിരുന്നു. അപ്പോൾ അത് അവിടെ വെച്ച് തന്നെ ഞാൻ കമാൻഡ് കൊടുത്തിട്ട് ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് പല പ്രാവശ്യം ചെയ്തപ്പോൾ നോക്കിയപ്പോഴത്തേക്ക് അതില്ലാതായി. അപ്പോൾ എനിക്കിത് വർക്ക് ചെയ്യും, മൈൻഡ് പവർ വർക്ക് ചെയ്യും എന്നുള്ളൊരു ധാരണ മുകളിൽ വന്നു. അപ്പോൾ ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ ഞാൻ അദ്ദേഹത്തെ സമീപിച്ചിട്ട് പറഞ്ഞു, സാറ് പഠിപ്പിക്കുന്ന എനിക്കൊന്ന് പഠിക്കണം, എന്ത് ചിലവായാലും. ഇതിനിടയ്ക്ക് ഞാൻ നമ്മളൊരു ഡോക്ടർ ഒരു പഠിപ്പിസ്റ്റ് കൂടിയാണ്. അതെ, അപ്പോൾ എനിക്കിത് പഠിക്കണം. അതിന് മുമ്പെന്ന് പറഞ്ഞൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഞാൻ കുറേ ഡിഗ്രികളൊക്കെ ഇതിനുള്ള സാമ്പത്തികമായിട്ട് വലിയ ഇതൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ 2001 ഞാനൊരു ബാംഗ്ലൂർ ഒരു ജപ്പാനുമായിട്ട് ബന്ധപ്പെട്ടൊരു ജപ്പാൻ പ്രൈം മിനിസ്റ്റർ വരുന്നൊരു പരിപാടി പോയി. അപ്പോൾ അവിടെ പ്രൈം മിനിസ്റ്റർ മോറി, ജപ്പാൻ പ്രൈം മിനിസ്റ്റർ മോറി പറഞ്ഞു 4 സ്കോളർഷിപ്പ് ഞങ്ങൾ ഇവിടുന്ന് കൊടുക്കുന്നുണ്ട് ജപ്പാനിലേക്ക് വരാനായിട്ട്. അപ്പോൾ ജപ്പാൻ ഇൻഡസ്ട്രിയും ഇന്ത്യൻ ഇൻഡസ്ട്രിയായിട്ട് ലിങ്ക് ചെയ്യാനായിട്ടുള്ള. അപ്പോൾ 4 സ്കോളർഷിപ്പ് ഞാൻ അത് കേട്ട് ഞാൻ ഇമ്മീഡിയറ്റ് ആയിട്ട് അതിന് അപ്ലൈ ചെയ്തു. പ്രൈം മിനിസ്റ്റർ പോയി കഴിഞ്ഞപ്പോൾ തന്നെ അവരുടെ ഡിപ്ലോമാറ്റ്സിനെ കണ്ടിട്ട് ഞാൻ കാർഡൊക്കെ കൊടുത്തു. അവരുടെ കുറേ കാര്യങ്ങൾ എൻ്റെ അടുത്ത് ചോദിച്ചു. അത് കഴിഞ്ഞ് എനിക്കൊരു എസ്സേ തന്നു, അവർ അയച്ചു തന്നു. ഒരു എസ്സേ എഴുതണം, വിഷൻ 2020 ലോകം എങ്ങനെ ഇരിക്കും എന്നുള്ളതാണ്. അപ്പോൾ അത് എഴുതി അവർക്ക് ആ എസ്സേ അയക്കുക. അപ്പോൾ ഞാനതൊരു 10-35 പേജോളം എടുത്ത് പ്രിന്റ്. എത്ര വർഷം മുമ്പാണ് 2020? എത്ര വർഷം മുമ്പ്? അത് 2001. 20 വർഷം മുമ്പാണ് വിഷൻ 2020 എഴുതാൻ. 2020. അപ്പോൾ അങ്ങനെ ഞാൻ പിന്നെ പോയി ഞാനിതിലേക്ക് എഴുതി കൊടുത്തു കഴിഞ്ഞിട്ട് ഞാനങ്ങ് വിട്ടു അത്. പക്ഷേ എനിക്ക് ഞാൻ സ്വപ്നം കണ്ടിരുന്നു ഒരുപാട് ജപ്പാനിൽ കൂടെ യാത്ര ചെയ്യുന്നതൊക്കെ. അതായത് എസ് കെ പൊറ്റക്കാരൻ്റെ ബുക്കൊക്കെ വായിച്ചപ്പോൾ മുതൽ ഞാനിങ്ങനെ സ്വപ്നം കണ്ടുകൊണ്ടിരുന്ന ടോക്കിയോ കൂടെ പോകുന്നതൊക്കെ ഒരുപാട് സ്വപ്നം കണ്ടിരുന്നതാണ്. പക്ഷേ ഇതെല്ലാം കൊടുത്തിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുമ്പോഴത്തേക്ക് എനിക്ക് ടിക്കറ്റും എല്ലാം കൂടെ കൊറിയറായിട്ട് എംബസി ഓഫ് ജപ്പാനിൽ നിന്ന് ഇങ്ങനെ വരുവാണ്. അങ്ങനെ ഞാൻ ജപ്പാനിൽ പോയ അവിടുത്തെ താമസം വളരെ ഫാസ്റ്റായിട്ടുള്ള ട്രെയിനിങ് യാത്രകളും ഒക്കെ ആയിരുന്നു. അവിടെ വന്ന് എനിക്കൊരു വലിയ പരിവർത്തനം ഉണ്ടായി. അതായത് സമ്പന്നനാകണം, ഈ പഠനമല്ല വലുത്, സമ്പന്നനാകണമെന്നൊരു വളരെ തീവ്രമായ ഒരു ആഗ്രഹമാണ്. അങ്ങനെ ഞാൻ വന്നതിന് ശേഷം 2001, 2002, 2003 കാലഘട്ടത്ത് ഏത് വിധത്തിൽ എനിക്ക് സമ്പന്നനാകാൻ പറ്റും. അപ്പോൾ ആ സമയത്താണ് ഞാൻ പ്രോപ്പർട്ടി വാങ്ങിക്കുക, അതിനെ നന്നാക്കുക, ഡെവലപ്പ് ചെയ്യുക, എന്നിട്ട് വിൽക്കുക, വീണ്ടും പ്രോപ്പർട്ടി വാങ്ങിക്കുക. അതൊക്കെ ഭയങ്കര സത്യസന്ധമായിട്ട് ചെയ്യുക എന്നുള്ളതാണ്. അർഹിക്കുന്ന വിലയൊക്കെ കൊടുത്ത് ആരുടെയും കണ്ണുനീര് ബുദ്ധിമുട്ടൊന്നുമില്ല, എല്ലാം സത്യസന്ധമായിട്ട് ചെയ്യുക. അപ്പോൾ അതൊരു 2005, 2006 ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ $1 മില്യൺ ഏൺ ചെയ്യണമെന്നായിരുന്നു. അത് ഏൺ ചെയ്ത് കഴിഞ്ഞു. അടുത്ത വർഷം വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് $1 മില്യൺ ഏൺ ചെയ്തു. നെക്സ്റ്റ് ഇയർ വന്നപ്പോൾ അടുത്ത $1 മില്യൺ ഏൺ ചെയ്തു. 2007 കൂടി അതൊക്കെ നിർത്തി. കാരണം അതല്ല എൻ്റെ ഒരു സോൾ പർപ്പസ് എന്നുള്ളത്. അപ്പോൾ എംപവർമെന്റ് ആണ് എൻ്റെ സോൾ പർപ്പസ് എന്നുള്ളത് എനിക്ക് അങ്ങനെ സാമ്പത്തികമായ അടിത്തറയുണ്ടായി. അതെ, അടിത്തറയുണ്ട്. വേറെ ഒന്നിനെ കുറിച്ച് ഇനി പേടിക്കണം, ജീവിതത്തിൽ ഒരിക്കലും പേടിക്കേണ്ടാത്തൊരു അടിത്തറ അസറ്റുകളുണ്ടായി. അത് കഴിഞ്ഞിട്ട് ഞാൻ അപ്പം അതും ഈ പറഞ്ഞ തീവ്രമായി ആഗ്രഹിച്ച് തന്നെ ഉണ്ടായി വന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നീട് പിന്നെ ഈ പറഞ്ഞതുപോലെ എനിക്ക് അസുഖം വന്നിട്ട് ഡോക്ടർ ജിതേന്ദ്ര അവിടെ ക്ലാസ്സിനകത്ത് ഇരുന്നപ്പോഴത്തേക്കും അത് എനിക്ക് ക്യൂർ ചെയ്യാം, അവിടെ വെച്ച് തന്നെ ക്യൂർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതെല്ലാം പഠിക്കണമെന്ന് ആഗ്രഹം വന്നു. അങ്ങനെ ഞാൻ അപ്പം അത് പിന്നെ ഞാൻ തന്നെ ക്യാൻവാസ് ചെയ്തൊരു ടീമിനെ ഉണ്ടാക്കി പൈസ എല്ലാം കളക്ട് ചെയ്ത് കൊടുത്ത്. എക്സ്പെൻസീവാണ്, ഭയങ്കര എക്സ്പെൻസീവാണ്. അങ്ങനെ അദ്ദേഹം എന്ന് വെച്ചാൽ മനസ്സിരുത്തി നല്ലപോലെ പഠിപ്പിച്ചു. പഠനം കഴിഞ്ഞ് ഞാൻ അദ്ദേഹത്തെ കാണാനായിട്ട് ഇടയ്ക്ക് പോകുമായിരുന്നു, അഹമ്മദാബാദിൽ പോകുമായിരുന്നു. ഞാൻ പിന്നെ അത് കഴിഞ്ഞിട്ട് ഒത്തിരി ക്ലാസ് എടുത്തു. ഞാൻ കേരളത്തിലല്ല ആദ്യം തുടങ്ങി, ഡൽഹിയിൽ തുടങ്ങി. അന്നൊക്കെ വലിയ പത്രവാർത്തയൊക്കെ ആയിരുന്നു, 5 കോളത്തിലൊക്കെ വാർത്ത വരും ഡൽഹിയിൽ കൊടുത്തത്. അപ്പോൾ ഡൽഹി, കൽക്കട്ടയിൽ ചെയ്തു, ബാംഗ്ലൂർ ചെയ്തു, മുംബൈയിൽ ചെയ്തു, ചെന്നൈയിൽ ചെയ്തു. അതൊക്കെ മലയാളത്തിലായിരുന്നു? ഇംഗ്ലീഷ്, എല്ലാം ഇംഗ്ലീഷ്. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഒരു ശക്തമായൊരു എന്ന് വെച്ചാൽ ഭയവും പേടിയെല്ലാം പോയൊരു ഇന്ത്യ മുഴുവൻ നിറഞ്ഞിരിക്കുന്ന ഒരു ട്രെയിനറെന്ന് മനസ്സിനകത്ത് അങ്ങ് വളർന്നു. അങ്ങനെയാണ് ഞാൻ കേരള ഹൈക്കോർട്ടിൻ്റെ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട് ഞാൻ വക്കീലന്മാർക്കൊരു പ്രോഗ്രാം ചെയ്തു.
അത് കഴിഞ്ഞിട്ട് അന്നത്തെ ഒരു പത്രപ്രവർത്തകനാണ് എന്നെ വിളിച്ച് നമുക്കൊരു ഹോട്ടലിൽ വെച്ചൊരു പ്രോഗ്രാം ചെയ്യാം. എനിക്ക് തോന്നുന്നു റോബിൻ അതിനകത്ത് ആദ്യം വന്നതെന്ന് തോന്നുന്നു. അയ്യോ ഞാനത് അതിന് തൊട്ട് മുമ്പ് ഏഷ്യാനെറ്റിലെ ഒരു 2 മണിക്കൂർ ഏതാണ്ട് 1.25 2 മണിക്കൂറുള്ള വിനോദ് മങ്കര അതെ. ഇന്റർവ്യൂ ചെയ്യാണ്. ഞാൻ ആകെ സ്റ്റണ്ടായി പോയി ഇത് കണ്ടിട്ട്, ഷോക്കായി പോയി. കാരണം മനസ്സിന്റെ ശക്തി കൊണ്ട് ജീവിത വിജയം നേടാം എന്ന് പറഞ്ഞിട്ട് ഇത് കണ്ട അത്ഭുതപ്പെട്ട പലരിലും ഒരാളാണ് ഞാൻ. ഇദ്ദേഹത്തെ എങ്ങനെങ്കിലും കണ്ടേ പറ്റുമെന്ന് വിചാരിച്ച് നമ്പർ എടുത്ത് ഞാൻ വിളിച്ച് വരികയായിരുന്നു അല്ലേ. അല്ല സ്വന്തം നട്ടലിന് പ്രോബ്ലം ഉള്ള സമയത്ത് ഒരു കമാൻഡ് കൊടുത്തു എന്ന് പറഞ്ഞു. അതെ. അപ്പൊ അതെന്താണ് സംഭവിച്ചത്? അപ്പൊ പുള്ളി പഠിപ്പിച്ചേക്കാം. അതിപ്പോ ഞാൻ സ്ഥിരം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. വളരെ സിമ്പിൾ കാര്യങ്ങളാണ്. നമുക്ക് തന്നെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് കമാൻഡ് കൊടുത്തു കഴിഞ്ഞാൽ, ഇപ്പൊ ഇടത് കാലിൽ നമുക്ക് അസുഖം ഉണ്ടെന്നുണ്ടെങ്കിൽ സ്ഥിരമായിട്ട് അഫർമേഷൻസ് കൊടുത്തോണ്ടിരിക്കുന്ന പെട്ടെന്ന് കാലില് നമുക്ക് മാറ്റം വരും. നമ്മൾ തന്നെ ഇങ്ങനെ മനസ്സിൽ ചിന്തിച്ചോണ്ടിരിക്കണം. ഒക്കെ മനസ്സിൽ പറഞ്ഞോണ്ടിരിക്കും. ഞാൻ അതിന്റെ ഒരുപാട് കേസസ് ഉണ്ട് ഞാൻ പറഞ്ഞു. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് ഞാൻ അപ്പൊ ആ സംഭവത്തിനകത്ത് എനിക്ക് ഉണ്ടായത്, അതിനു മുമ്പ് ഞാൻ 90 മുതലേ ട്രെയിനിങ് രംഗത്തുണ്ട്. പ്രധാനമായിട്ട് ഞാൻ IMG-യിൽ ട്രെയിനിങ് എടുക്കും. അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ഇൻ ഗവൺമെന്റ്. അതുകൂടാതെ പിന്നെ ഈ കോപ്പറേറ്റീവ് ഇതിന് വേണ്ടിയിട്ടുണ്ട്. അപ്പൊ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റർ സ്റ്റേറ്റ് എല്ലാ സ്റ്റേറ്റിലും ഓരോന്ന് ഞാൻ അതിനകത്ത് പോയി ബാങ്കിന് വേണ്ടി ട്രെയിനിങ് എടുക്കും. പോലീസ് ട്രെയിനിങ് കോളേജിൽ എടുക്കും. ഇവിടെയൊക്കെ പോലീസ് ട്രെയിനിങ് കോളേജിലേക്ക് എടുത്താൽ നമുക്ക് ഒരു 600 രൂപയാണ് ഒരു സെഷന് കിട്ടുക. പോലീസ് വണ്ടി വിളിച്ചുകൊണ്ട് പോകും. ക്ലാസ്സിൽ കയറി ചെല്ലുമ്പോൾ എല്ലാവരും സല്യൂട്ട് 600 രൂപ. ചിലപ്പോൾ ചെല്ലുമ്പം ക്ലാസ് കൂടുതൽ എടുക്കുകയാണെങ്കിൽ 1200 രൂപ ക്യാഷായിട്ട് കൊണ്ടുത്തന്ന് ഒപ്പിട്ട് വാങ്ങിക്കും. ഇതാണ് നമുക്ക് അവിടെ ഇങ്ങനെയുള്ള ക്യാഷുകളാണ്. അപ്പം IMG പഠിപ്പിച്ച് കഴിഞ്ഞാൽ 2000 രൂപ കിട്ടും. ഇതൊക്കെയായിരുന്നു. പക്ഷേ ഈ കൊച്ചിയിൽ വെച്ചൊക്കെ അറിഞ്ഞ ഒരു പത്രപ്രവർത്തകനാണ് അത് ക്ലാസ് എതിരായിട്ട് മുൻകൈ എടുത്ത് പുള്ളിക്ക് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പുള്ളി ഓർഗനൈസ് ചെയ്തത്. എനിക്ക് ഓർമ്മയുണ്ട്. അപ്പൊ അതിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമായിട്ട് എനിക്ക് ഈ പറഞ്ഞ ഈ ലക്ഷങ്ങളുടെ നോട്ട് ഒന്നിച്ച് കിട്ടിയ ദിവസമാണ്. അപ്പൊ ഞാൻ എൻ്റെ ഗുരുവിൻ്റെ അടുത്ത് വിളിച്ചു പറഞ്ഞു ഇങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ പിറ്റേ ദിവസം എനിക്ക് കൽക്കട്ടയിൽ ഒരു 2000 ആൾക്കാർ ക്ലാസ് എടുക്കാൻ പോകണം. അപ്പോൾ അതിന് തലേ ദിവസമാണ് ഇവിടെ. തലേ ദിവസം ഇത് ക്ലാസ് കഴിഞ്ഞിട്ട് രാത്രി 3 മണിക്കാണ് തിരുവനന്തപുരത്ത് ചെയ്യുന്നത്. എൻ്റെ മക്കള് കൊച്ചു പിള്ളേർ, അവരാണ് എണ്ണി അടുക്കി വെച്ചത് നോട്ട്. അപ്പോൾ ഞാൻ ഈ വിവരം അദ്ദേഹത്തെ വിളിച്ചു പറഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്ത് പുള്ളി പറഞ്ഞു, പുള്ളി എൻ്റെ ഇന്നും ഒരു വലിയ അഭ്യുതകാംക്ഷയാണ്, എൻ്റെ ഒരു ഗൈഡും മാസ്റ്റർ ഫിലോസഫറൊക്കെയാണ്. പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു, നീ ഒരിക്കലും ഒരു ഗവൺമെൻറ് ട്രെയിനിങ്ങിന് അവിടെ പോയി ട്രെയിനിങ് എടുക്കരുത്. നീ എവിടെയാണോ അവിടെ വരണം, ഇല്ലെങ്കിൽ ഹോട്ടലിൽ വെച്ച് ചെയ്യണം. തന്നെയല്ല മറ്റു രാജ്യങ്ങളിലേക്ക് പോയി എടുത്തോളൂ. സ്വന്തം നാട്ടിൽ മാത്രം നിവൃത്തി ഉണ്ടെങ്കിൽ സ്വന്തം നാട്ടിൽ നിന്ന് എടുക്കരുത്, മറ്റു രാജ്യങ്ങളിൽ പോയി എടുക്കണം. അപ്പോൾ അദ്ദേഹം തന്ന ആ ഇൻസ്ട്രക്ഷൻ ഇപ്പോഴും ഞാൻ പാലിക്കുന്നുണ്ട്. അപ്പം കഴിഞ്ഞൊരു 3-4 വർഷം മുമ്പ് കേരള ഗവൺമെന്റ് എൻ്റെ അടുത്ത് പറഞ്ഞു പഞ്ചായത്ത് പ്രസിഡന്റുമാർക്ക് ഒരു 200 പേർക്ക് ക്ലാസ് എടുക്കാൻ മതി. അത് ലീമറിഡിയിൽ വെച്ചിട്ട് ഞാനവിടെ വന്നിരുന്നു. ഞാൻ അന്നേരം അവർക്ക് പഞ്ചായത്ത് 1500 പഞ്ചായത്ത് പ്രസിഡന്റുമാരെല്ലാം. അല്ല അത്രയില്ല. ഇവര് ശരിക്കും പറഞ്ഞാൽ ഈ പഞ്ചായത്ത് പ്രസിഡന്റും ഇവർക്ക് വേണ്ടി ട്രെയിനിങ് എടുക്കാനായിട്ട് തൃശ്ശൂർ കില വലിയ കാമ്പസ് ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞു 5 സ്റ്റാറിലാണല്ലേ എടുക്കുകയുള്ളൂ. അപ്പൊ അങ്ങനെ 200 ഏറ്റവും പോസിറ്റീവ് പഞ്ചായത്ത് പ്രസിഡന്റുമാരെ സെലക്ട് ചെയ്ത് ലീമറിഡിയിൽ വെച്ച് വന്നിരുന്നു അവിടെ. അതപ്പോൾ കേരള ഗവൺമെന്റ് എടുത്ത് ചോദിച്ചപ്പോൾ ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെന്റ് എന്ന് കൊടുക്കുന്നു വെച്ചാൽ അപ്പോൾ ഭയങ്കര ഇതായിട്ട് അതും ഹോട്ടലാണെങ്കിലും പറ്റുള്ളത്. അപ്പോൾ ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെന്റ് ഞാൻ കണ്ടീഷൻ പറഞ്ഞു, രാവിലെ 9 o'clock ക്ലാസ് വേണം, 5 മണി വരെ മൊബൈൽ ആരും ഉപയോഗിക്കാൻ പാടില്ല. ഞാൻ പ്രതീക്ഷിച്ചേ ഇല്ല ഗവൺമെന്റ് ആൾക്കാർ ഇങ്ങനെ ചെയ്തു. ഞാൻ 9 മണിക്ക് ചെല്ലുമ്പോണ്ടല്ലോ മുഴുവൻ ആൾക്കാരും റെഡിയാണ്. 9 മുതൽ 5 മണി വരെ ക്ലാസ്. എനിക്ക് തോന്നുന്നു ഇന്നും അതിൻ്റെ ഗുണം നമ്മുടെ ഇൻഡസ്ട്രി സെന്ററിൽ എവിടെ ചെന്ന് കഴിഞ്ഞാലും പബ്ലിക് വന്നു കഴിഞ്ഞാൽ അവർ എങ്ങനെയെങ്കിലും ബിസിനസ് സക്സസ്ഫുൾ ആക്കാനായിട്ടുള്ളത് കൊടുത്ത് പങ്കെടുത്ത ആൾക്കാർ എല്ലാം ഉദ്യോഗസ്ഥരായിരുന്നു. പക്ഷെ ഒരുപാട് മാറ്റം അങ്ങനെ ഗവൺമെന്റ് ഞാൻ കുറെ ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട്. പക്ഷെ എന്നാൽ ഞാൻ അവിടെ വെച്ചതെന്ന് പറഞ്ഞാൽ അവരുടെ ഓഫീസിൽ പോയി എടുക്കില്ല. ഞാൻ വിളിക്കുന്നവർക്ക് വന്നാൽ അത് എൻ്റെ ഒരു ഗുരു നിഷ്കർഷിച്ചതാണ്. അപ്പോൾ അത് കഴിഞ്ഞ് പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ എവിടെ പോവുകയാണെങ്കിലും നീ സ്ഥലങ്ങളൊക്കെ വിസിറ്റ് ചെയ്യാൻ പോകുക, എവിടെ പോയാലും അവിടെ ആരെങ്കിലും കോൺടാക്ട് ചെയ്ത് നമ്മുടെ വിഷയം നേരത്തെ അറിയിക്കുക, ചെറിയ ഓഡിയൻസ് ആണെങ്കിലും കിട്ടും. അങ്ങനെ ഞാൻ അപ്പം US പ്ലാൻ ചെയ്തു. അപ്പം ലോ ഓഫ് അട്രാക്ഷനും ഉണ്ടല്ലോ, നമ്മൾ ആ തീവ്രമായിട്ട് ആഗ്രഹിക്കുന്ന കൊട്ടനായിട്ട്. അങ്ങനെ US, UK, ഓസ്ട്രേലിയ, കാനഡ ഇങ്ങനെ ഓരോ പ്രധാനപ്പെട്ട രാജ്യങ്ങളാണ് ആദ്യം കണ്ടത്. അപ്പം ഇന്നും ഈ ഒരു ഹയറാർക്കിയിലാണ് ഏറ്റവും നല്ല രാജ്യങ്ങൾ നോക്കി ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഏതാണ്ട് ഒരു 68. അപ്പോൾ എവിടെ പോകണമെന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ നേരത്തെ ഒന്ന് അറിയിച്ചിട്ട് ക്ലാസ് എടുക്കും. ക്ലാസ് എടുത്ത് കഴിയുമ്പോൾ വീണ്ടും അവർ ആഗ്രഹിക്കും, വീണ്ടും പോകും. അപ്പോൾ അത് ആരെങ്കിലും ഏറ്റെടുത്ത് നടത്തും. അപ്പം അങ്ങനെ ട്രെയിനിങ് നടത്തി. അപ്പോൾ പിന്നെ പുസ്തകം എഴുതണമെന്ന് തോന്നി. അപ്പോൾ 2010 കൂടി ആ പുസ്തകം എഴുതാൻ തുടങ്ങി. അതിങ്ങനെ വൺ ആഫ്റ്റർ അനദർ എഴുതി ഇപ്പം 42 എണ്ണം ഇപ്പം ആമസോണിൻ്റെ ഇതിൽ നോക്കിക്കാണാൻ എൻ്റെ 42 പുസ്തകങ്ങളുണ്ട്. അപ്പോൾ നേരിട്ടൊന്നും കൊടുക്കാൻ ടൈമില്ല. അപ്പോൾ അതിൽ കൂടെ അതങ്ങ് പൊക്കോളൂ. അപ്പോൾ ആ പുസ്തകങ്ങളുടെ കാര്യം നടന്നു. പിന്നെ എൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത്, എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം കിട്ടുന്നത്, ഞാൻ ഏതാണ്ട് 2008-2009 കാലഘട്ടത്തിലാണ് ബില്യണയർ മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്തത്.
സംരംഭകർക്കായിട്ടുണ്ട്. ഞാൻ അതിൽ ആദ്യം അതെ. മുതലേ ഞാൻ അതെ അതെ റോബിൻ അറിയാലോ, അക്കാരം വരെ എല്ലാം റോബിൻ അറിയാം. ഞാൻ ഈ അടുത്തിടെ കണക്കെടുക്കും, അതിനകത്ത് ഏതാണ്ട് ഒരു 3600ഓളം പേരാണ്. അത് വളരെ ഇന്റൻസീവ് ട്രെയിനിങ് ആണ്. അതെ. അപ്പം 3600ഓളം പേരാ, 2-3 വർഷം എൻ്റെ കൂടെ തന്നെ വേണം അവർ പലപ്പോഴായിട്ട് ക്ലാസ് എടുത്തത്. 3600ഓളം പേരാണ് ആകെ അതിനകത്ത് പഠിച്ചിട്ടുള്ളത്. പക്ഷേ ഈ അടുത്ത കാലത്ത് കണക്കെടുക്കുമ്പോൾ 1100 കഴിഞ്ഞു ഈ 100 ക്രോർസ് 100 കോടിക്ക് മുകളിൽ അസറ്റ് ഉണ്ടാക്കിയിട്ടുള്ളവർ. അപ്പോൾ എൻ്റെ ഒരു ജീവിതത്തിലെ ടാർഗറ്റ് ആയിരുന്നു ഈ 100 കോടി അസറ്റ് ഉണ്ടാക്കിയ ആൾക്കാർ. അപ്പം ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പറഞ്ഞാൽ ഇനി ഇതിൻ്റെ മൊത്തം, അതായത് വളരെ സിമ്പിളാണ് നമുക്ക് ഈ 100 കോടി ഉണ്ടാക്കുന്നത്. 100 കോടി ഓൾറെഡി ഉണ്ടാക്കിയിട്ടുള്ള, 100 കോടി ഡോളറാണ്, ഇവിടെ വന്ന് രൂപയാണ്. 100 കോടി ഓൾറെഡി ഉണ്ടാക്കിയിട്ടുള്ളവർ എന്തൊക്കെയാണ് ചെയ്യുന്നത്, അവരുടെ രീതി എങ്ങനെയാണ്, അതെല്ലാം നോക്കിയിട്ട് നമ്മുടെ ജീവിതത്തിൽ അങ്ങ് അപ്ലൈ ചെയ്യുക. ഭയങ്കര സിമ്പിളാണ്. അപ്പോൾ ഒരു 10 മനസ്സുണ്ട്. മനസ്സുണ്ട്. റോബിന് അറിയാലോ, അപ്പോൾ ഒരു 10-50 പേരെക്കുറിച്ച് നമ്മൾ വിശദമായിട്ട് പഠിച്ചിട്ട്, ഇല്ല 100 പേരെക്കുറിച്ച് പഠിച്ചിട്ട് അവരുടെ സ്ട്രാറ്റജീസ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് അവരുടെ സ്ട്രാറ്റജീസ് ആണ്, അവരുടെ തോട്ട് പാറ്റേൺ നമ്മുടെ മനസ്സിൽ വരണം. ആ തോട്ട് പാറ്റേൺ പൂർണ്ണമായിട്ട് നമ്മൾ നടപ്പിലാക്കി കഴിയുമ്പോഴത്തേക്കും അവർ വരുന്ന പോലെ നമ്മൾ വരാൻ തുടങ്ങും. കാരണം നമുക്ക് ഒരാൾ വഴി പറഞ്ഞു തരാനില്ല സമ്പത്തുണ്ടാക്കുന്നത്. ഒരു ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാം നടപ്പാക്കപ്പെടും. അതെ അതെ